ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു എനർജി വാറിനാണോ ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്? ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം സാമ്പത്തികമായ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമുസും റെഡ് സീയും ഇപ്പോൾ വെറും കടൽപാതകളല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ചക്രത്തെ നിയന്ത്രിക്കുന്ന യുദ്ധകളങ്ങളായി മാറിയിരിക്കുകയാണ്. എണ്ണവില വീണ്ടും $120 മുകളിലേക്ക് കുതിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത ആശങ്കയിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? ഹോർമസ് കടലിടുക്ക് അടച്ചാൽ ലോകം സ്തംഭിക്കുമോ? റെഡ് സീ വഴിയുള്ള യാത്ര നിലച്ചാൽ പകരം സംവിധാനമുണ്ടോ? എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളും ഒരേപോലെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണിത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വെറും ഒരു അന്താരാഷ്ട്ര വാർത്തയല്ല. നമ്മുടെ അടുക്കളയിലെ പാചകവാതകം മുതൽ വാഹനങ്ങളിലെ ഇന്ധനം വരെ വില കൂടാൻ പോകുന്നതിന്റെ അപായ സൂചനയാണ്. എന്താണ് ശരിക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമുസിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് റെഡ് സീ എന്ന ബദൽ മാർഗം, ഓൾട്ടർനേറ്റീവ് റൂട്ട് ഇപ്പോൾ ഫലപ്രദമാകാത്തത്? പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ രണ്ട് റൂട്ടുകളുടെയും ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കാം. ഒരു വശത്ത് റെഡ് സീ, മറുവശത്ത് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ്. രണ്ടും ഗ്ലോബൽ ഷിപ്പിംഗിന്റെ നട്ടെല്ലുകളാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റെഡ് സീയിൽ ഹൂതികളുടെ ആക്രമണം കാരണം കപ്പലുകൾക്ക് പോയി വരാൻ പേടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലും വലിയൊരു തലവേദന വന്നിരിക്കുകയാണ്: സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ക്രൈസിസ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് പുറം ലോകത്തേക്ക് കടക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഇപ്പോൾ ഇറാൻ ഈ ഒരു പാതയിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതോടെ ആഗോള എണ്ണ വിപണി തകിടം മറിഞ്ഞിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ മാർച്ച് ആദ്യവാരം മുതൽ ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം 70% കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കാരണം പല വലിയ ഷിപ്പിംഗ് കമ്പനികളും അവരുടെ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: റെഡ് സീ വഴി പോയിക്കൂടെ എന്ന്. പക്ഷെ അവിടെയാണ് വലിയൊരു ട്വിസ്റ്റ്. റെഡ് സീയും ഇപ്പോൾ സേഫ് അല്ല. സ്യൂയസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകേണ്ട കപ്പലുകൾ ഇപ്പോൾ ആഫ്രിക്ക ചുറ്റി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് പോകുന്നത്. ഇതിന്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? അസാമാന്യമായ കാലതാമസം, അതുപോലെ ചെലവും വളരെ കൂടുതലാണ്. ഒരു കപ്പലിന് ഏകദേശം 10 മുതൽ 14 ദിവസം വരെ അധികമായി യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. പിന്നെ ഇതിന്റെ ഇന്ധന ചെലവും ഇൻഷുറൻസ് തുകയും ആത്യന്തികമായി വരുന്നത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വിലയിലുമാകും. അതായത് പെട്രോളിന് മാത്രമല്ല, നിങ്ങൾ വാങ്ങുന്ന ഓരോ ഇമ്പോർട്ടഡ് സാധനങ്ങൾക്കും വില കൂടും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലിയർ ആയിട്ട് കമ്പയർ ചെയ്യാം. ഈ റെഡ് സീ പ്രതിസന്ധി ശരിക്കും പ്രധാനമായിട്ട് ബാധിക്കുന്നത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാരത്തെയാണ്. എന്നാൽ ഹോർമുസ് പ്രതിസന്ധി നേരിട്ട് ബാധിക്കുന്നത് എനർജി സെക്യൂരിറ്റിയാണ്. ഇത്രയും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ചില ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, പക്ഷേ അവയ്ക്ക് ലിമിറ്റേഷൻസ് കൂടുതലാണ്. സൗദി അറേബ്യയ്ക്കും UAEക്കും ഹോർമുസ് ഒഴിവാക്കാൻ ചില പൈപ്പ് ലൈനുകളൊക്കെ ഉണ്ട് എന്നത് ശരിയാണ്. അതായത് സൗദി അറേബ്യയ്ക്ക് തങ്ങളുടെ എണ്ണ ഹോർമുസ് ഒഴിവാക്കി റെഡ് സീയിലെ യാൻബു പോർട്ട് വഴി കയറ്റി അയക്കാൻ ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. പക്ഷേ അതിന്റെ കപ്പാസിറ്റി വളരെ കുറവാണ്. സാധാരണഗതിയിൽ ഹോർമുസ് വഴി പോകുന്ന എണ്ണയുടെ വെറും 25% മാത്രമേ ഇതിലൂടെ മാറ്റാൻ സാധിക്കൂ. അതുപോലെ തന്നെ UAEക്കും ഇതുപോലെ ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. ഹോർമുസിന് വെളിയിലുള്ള ഫുജൈറ പോർട്ടിലേക്ക് ഇതിലൂടെ എണ്ണ എത്തിക്കാം. എന്നാൽ ഇവിടെയുള്ള പ്രധാന പ്രശ്നം, ഈ പൈപ്പ് ലൈനുകൾ എത്തുന്ന റെഡ് സീയും ഫുജൈറ പോർട്ടും ഇപ്പോൾ ഡ്രോൺ ആക്രമണ ഭീഷണിയിലാണ് എന്നതാണ്. അതായത് ചട്ടിയിൽ നിന്ന് അടുപ്പിലേക്ക് വീണ അവസ്ഥയിലാണ് ഇപ്പോൾ ആഗോള എണ്ണ കപ്പലുകൾ. അതുപോലെ തന്നെ ഇവയ്ക്കൊന്നും സ്ട്രേറ്റ് ഓഫ് ഹോർമുസിന്റെ അത്രയും കപ്പാസിറ്റി ഇല്ല എന്നതാണ് വാസ്തവം. സാധാരണ ഹോർമുസ് വഴി പോകുന്ന എണ്ണയുടെ വെറും 25% മാത്രമേ ഈ പൈപ്പ് ലൈനുകൾ വഴി മാറ്റാൻ കഴിയൂ. ബാക്കി 75%ത്തിന്റെ കാര്യം ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ചോദ്യചിഹ്നമാണ്. ഇന്ത്യയുടെ കാര്യം എടുത്താൽ സ്ഥിതി കുറച്ചുകൂടി ഗൗരവകരമാണ്. ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണയുടെ 80% ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിൽ വലിയൊരു ഭാഗം വരുന്നത് ഇറാഖ്, സൗദി അറേബ്യ, അതുപോലെ തന്നെ UAE എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. ഹോർമസ് കടലിടുക്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയിൽ പെട്ടെന്ന് തന്നെ പ്രതിഫലനം ഉണ്ടാകും. ഗവൺമെന്റ് ഇപ്പോൾ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഈ ഒരു പ്രതിസന്ധി നീണ്ടു പോവുകയാണെങ്കിൽ നമ്മുടെ ഇക്കണോമിയെ സാരമായി ബാധിക്കും. ഇതുകൂടാതെ ആഗോളതലത്തിൽ നാച്ചുറൽ ഗ്യാസ് വിലയും കുതിച്ചുയരുകയാണ്. കാരണം ഖത്തറിൽ നിന്നുള്ള മിക്കവാറും ഗ്യാസ് കപ്പലുകളും ഹോർമുസ് വഴിയാണ് വരുന്നത്. ഇനി ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യയിലേക്കുള്ള 20-ലധികം കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ ക്രൂഡ് ഓയിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലെ സിലിണ്ടറുകൾക്ക് ആവശ്യമായ LPGയും ഉണ്ട്. ഇന്ത്യൻ നേവി ഇപ്പോൾ ഓപ്പറേഷൻ സങ്കൽപ്പ് പോലെയുള്ള മിഷനുകൾ വഴി നമ്മുടെ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട് എങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ പല കപ്പലുകൾക്കും പെർമിഷൻ നൽകുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന സൂചന പ്രകാരം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ ഹോർമുസ് പാത ദീർഘകാലം അടഞ്ഞു കിടന്നാൽ ഇന്ത്യയിലെ ഇന്ധനവില നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് വലിയ പ്രയാസം നേരിടേണ്ടി വരും.
ഇനി ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഈ റൂട്ടുകളിൽ കൂടുതൽ സുരക്ഷാ കപ്പലുകളെ വിന്യസിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ആസ്പൈറ്റ്സ് പോലുള്ള മിഷനുകൾ വഴി കപ്പലുകൾക്ക് അകമ്പടി നൽകാനാണ് ശ്രമം. എങ്കിലും ഡ്രോൺ ആക്രമണങ്ങളും കടലിലെ മൈനുകളും സീ മൈൻസ് വലിയൊരു വെല്ലുവിളിയായി തുടരുകയാണ്. ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് ഓരോ സാധാരണക്കാരന്റെയും ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു വൻ പ്രതിസന്ധിയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാതെ ലോകത്തിന് ഈ ഒരു എനർജി ക്രൈസിസിൽ നിന്ന് മുക്തി നേടാൻ കഴിയില്ല. ഇന്ത്യയെ പോലെയുള്ള വളർന്നു വരുന്ന രാജ്യങ്ങൾക്ക് ഇത് കനത്ത വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ റെഡ് സീയിലെ പ്രശ്നം ഒരു തലവേദന പോലെയാണെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലെ പ്രശ്നം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ ഒരു പേടി സ്വപ്നമാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉടനെ ഉണ്ടായില്ല എങ്കിൽ ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീണുപോയേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.